സിസ്റ്റർ, ഈ ലേബർ റൂം സ്റ്റെപ്പ് വഴി പോയാൽ മതി കേട്ടോ. ഓ ശരി. ഓരോരുത്തരൊക്കെ ഉണ്ടാക്കി വെക്കുന്ന മെനക്കേട് കാരണം ബാക്കിയുള്ളവരെ പാടുള്ളൂ. എന്തെങ്കിലും ആട്ടെ. ഈ ലേബർ റൂം അങ്ങോട്ടില്ലേ സിസ്റ്ററെ? ദേ അവിടാണ് കേട്ടോ. നോക്കിയടാ, നീതുവിന്റെ കൂടെയുള്ളവരാരാ? ഉണ്ട്. എല്ലാം ഡോക്ടർ പറഞ്ഞല്ലേ? അത് ഫോം എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തോ? പേഷ്യന്റ് ഹസ്ബൻഡ് എവിടെ? ഉണ്ട്, അവിടെ ഉണ്ട്. തോലിഞ്ഞ ഹസ്ബൻഡ്. കൊറേ നാളായല്ലേ കണ്ടിട്ട്. പെണ്ണവിടെ പ്രസവിക്കാൻ കിടക്കുക. പാമ്പിനെ ഒട്ടിക്കൊണ്ടിരുന്നോ? ആ നേഴ്സ് അടക്കുന്നത് ബഹളം വെക്കുന്നതാ. നീ ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുത്തോ? ആ നേഴ്സ് അടക്കുന്നത് ബഹളം വെക്കുന്നതാ. എഴുന്നേക്കടാ. അവരോട് ചിരിക്കാനും സമ്മതിക്കത്തില്ല. ഒരു മുടക്ക് ഫോൺ. അങ്ങോട്ടോ എന്റെ നാഗത്താമാരെ. ഇവനെ കൊണ്ട് കേറി പടഞ്ഞോട്ട്. നീ ചോദിക്ക. അമ്മ ചോദിക്കമ്മ. എന്ത് വേണം മോളെ? ഇവന്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുക. അവിടുത്തെ നേഴ്സ് പറയാ ഫാറം പൂരിപ്പിച്ചു കൊടുക്കണമെന്ന്. പേഷ്യൻ്റെ പേരെന്താ? നീതു. നിങ്ങൾ ഫോമൊന്നും ഫില്ല് ചെയ്തിട്ടില്ലല്ലോ. പേഷ്യൻ്റ് ഹസ്ബൻഡ് ആരാ? ആള് സ്ഥലത്തുണ്ടോ? ഉണ്ട് മോളെ, ഇവനാ. ഹസ്ബൻഡിന്റെ ആധാർ വേണം. ആധാറോ? അതെന്തിനാ? നിങ്ങൾ ഒരു കാര്യം ചെയ്, ആ PRO പോയി കാണ്. ഇത് എന്തൊരു മെനക്കടാ. വാടോട്ട്. സാറേ, ഇരിക്കമ്മേ. പറഞ്ഞോ, എന്തോ കാര്യം? സാറേ, എൻ്റെ പെണ്ണിനെ പ്രസവത്തിന് കൊണ്ടുവന്നേ.
നേഴ്സ് പറഞ്ഞത് പേപ്പർ ശരിയാക്കണമെന്ന്. അപ്പോൾ ഓ നിങ്ങളാണല്ലേ നീതുവിൻ്റെ ഹസ്ബൻഡ്? ഒരു കാര്യം ചെയ്യാം, ആധാർ, പാൻ കാർഡ്, കോപ്പിയെല്ലാം വേണം. കോപ്പി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഫോണിലെടുത്താൽ മതി, നമ്മൾ കോപ്പി എടുത്തോളാം. കൂടിയ ഫോണൊക്കെ ആണല്ലോ. അതൊന്നുമില്ല സാറേ, അതിനകത്തൂടെ പാമ്പും പഴുതാരയൊക്കെ ഉള്ളു. അപ്പം തനിക്ക് ആധാറും ഇല്ലേ? അല്ല സാറേ, ഈ ആധാർ ഇത് എവിടെ കിട്ടും? എടോ, ആധാർ ഉണ്ടെങ്കിലല്ല ഫോൺ നമ്പറിലേക്ക് OTP വരത്തുള്ളൂ. OTP ഉണ്ടെങ്കിലല്ല പ്രസവം നടക്കത്തുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യ്, തൽക്കാലം പുറത്തോട്ടേക്ക്. കൂടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ വീട്ടിൽ നിന്ന്? അവിടെ അമ്മയും അമ്മാവനും വന്നിട്ടുണ്ടോ സാറേ? അമ്മാവനെ ഇങ്ങ് വിളിക്ക്, ഒരു കാര്യവും കാണത്തില്ല. എന്നാലും അവൾക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? എന്തുവാ, ഗർഭിണിയായതോ അതോ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതോ? നിനക്കിത് തമാശ. അവൾ അതിനകത്ത് കിടന്ന് അനുഭവിക്കുന്ന വേദന. വേദനയോ? നമ്മൾ അനുഭവിച്ചൊന്നും വേദനയില്ലേ? എനിക്കതല്ല, ഇവൾ എന്ത് കണ്ടാ എവൻ്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന് ഓർക്കുമ്പോഴാ. അവനെ ഒറ്റയ്ക്കെങ്ങാണോ എൻ്റെ കിട്ടിയായിരുന്നെങ്കിൽ. എന്തായാലും ഒരു വല്ലാത്ത വിഷമമായിപ്പോയി. ഇനി വിഷമിച്ചിട്ട് എന്ത് കാര്യം? വരുന്നിടത്ത് വെച്ച് കാണാം. ആ വരുന്നുണ്ട്. നമുക്കവരോട് പറയാം. ഇനി എന്തോ പറയുമെന്ന് അറിയത്തില്ല. തായിരിക്കുന്നു. നീ ഇരിയടാ. അമ്മാവോ, അമ്മാവിക്ക് എങ്ങനെയുണ്ട്? അമ്മാവിയുടെ സുഖം അന്വേഷിക്കാൻ പറ്റിയ സമയം. അതെ, ബ്രോക്കർ വിളിക്കുന്നു. ബ്രോക്കറോ? ബ്രോക്കറല്ലമ്മ, PR വിളിക്കുന്ന. അമ്മാവനെ PR വിളിക്കുന്നു. ഓ, അതിനി എന്ത് വള്ളിക്കെട്ടാണോ എന്തോ. സാറേ നമസ്കാരം. വാ ഇരിക്കെ. ഞാനാ നീതുവിൻ്റെ അമ്മാവനാ. നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയതാ? സാറേ, അവൾക്കൊരു അബദ്ധം പറ്റിയതാ. അവൾ ഇച്ചിരി വിദ്യാഭ്യാസവും സൗന്ദര്യമൊക്കെ ഉള്ള വെച്ചാ. അവനവിടെ റബ്ബർ വെട്ടാൻ വന്നതാ. റബ്ബർ വെട്ടി കൊച്ചിനെയും വെട്ടിക്കൊണ്ടങ്ങ് പോയി. ചേട്ടാ, അവൻ്റെ കയ്യിൽ ആധാറും പാൻ കാർഡും ഒന്നുമില്ല. ഈ ആധാർ ഉണ്ടെങ്കിൽ മാത്രമേ ഫോണിൽ OTP വരത്തുള്ളൂ. OTP ഉണ്ടെങ്കിലേ പ്രസവം നടക്കത്തുള്ളൂ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാറിന് മാത്രമേ ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ പറ്റൂ. നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? സാറിൻ്റെ ആധാർ നമ്പർ. അല്ല, പെട്ടെന്നുള്ള പ്രശ്ന പരിഹാരം. എണീക്ക്, ചെല്ല്. ഫോൺ കടച്ചു വിടാം അങ്ങോട്ട്. എന്തായി? PR കണ്ടിരുന്നോ? ആ കണ്ട്. ആധാരമൊക്കെ വേണമെന്നാ പറയുന്നത്. ആധാരവോ? ആധാരമല്ല, ആധാർ. അപ്പൊ തനിക്ക് അതുപോലും ഇല്ലേ? ആധാറും ഇല്ല, ആധാരവും ഇല്ല. എന്തായി? കാര്യങ്ങളെല്ലാം റെഡിയല്ലേ? അത് പിന്നെ ഡോക്ടർ, പേഷ്യന്റെ ഹസ്ബൻഡിന് ആധാർ ഇല്ലെന്നാ പറയുന്നേ. അതെങ്ങനെ ശരിയാകും? സിസ്റ്ററെ, ആ നീതു ഡെർക്ക, നീ ഇങ്ങനെ നിൽക്കാതെ എന്തെങ്കിലും മാർഗം നോക്ക്. ദൈവമേ. എന്താ പ്രശ്നം? അളിയ അമ്മ. അമ്മേ, എന്താ അമ്മേ കാര്യം? നീതുവിനെ പ്രസവത്തിന് ഏറ്റുമോനെ. ആ അത്രേ ഉള്ളോ? ഇതൊക്കെയാണോ വലിയ കാര്യങ്ങള്? സിസ്റ്ററെ, കിട്ടു സിസ്റ്ററെ, മറ്റേ ആധാർ. എനിക്കൊന്നൊരു ആധാരം കൂടെ പറ. കൊച്ചിന്റെ അച്ഛൻ രഘുവായ മതിയോ? ഞാനോ? പോടാ. എന്തായി? ഇപ്പം ശരിയാകും മാഡം. എന്തെങ്കിലും വേഗം ചെയ്യുവോ? ഡോക്ടറെ, അകത്ത് കിടക്കുന്നത് എൻ്റെ മോള. എല്ലാവരും കൂടെ ഓരോന്ന് പറഞ്ഞ് വെച്ച് താമസിപ്പിക്കുക. എൻ്റെ മോൾ അനുഭവിക്കുന്ന വേദന. അമ്മേ, എല്ലാത്തിനും അതിൻ്റെതായ നിയമവശങ്ങളുണ്ട്. OTP വന്നാലും വന്നില്ലെങ്കിലും നീതി പ്രസവിക്കും. അവൾക്കതിനുള്ള സമയമാകുന്നതേ ഉള്ളൂ.
അമ്മ വിഷമിക്കണ്ട, എല്ലാത്തിനും ഞങ്ങൾ കൂടെയുണ്ട്. ഉം. രതീഷ്, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആധാറിൻ്റെ കാര്യം വേഗം റെഡിയാക്കിയേ പറ്റൂ. കേട്ടല്ലോ രഘു? ആ എത്തിയോ? ആ ഞാൻ വരുന്നേ. ഹലോ, നമസ്കാരം. ഹായ്. അവൻ്റെ കയ്യിൽ ആധാറും പാൻ കാർഡും ഒന്നുമില്ല. പെൺകുട്ടിയുടെ കയ്യിലാണെങ്കിൽ ആധാറും പാൻ കാർഡും ഒക്കെ ഉണ്ട്. അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഉണ്ടല്ലോ, അത് മതി. എല്ലാം ശരിയായി. ആഹാ, കുട്ടി ആണോ പെണ്ണോ? ആണുമല്ല പെണ്ണുമല്ല. OTP എന്ന കാര്യ പറഞ്ഞേ. അളിയ OTP റെഡിയായി. ബാക്കിയുള്ള പുറകെ വരുമായിരിക്കും ഇല്ലേ? നീ എന്താ നടന്നേ? എന്റെ പറഞ്ഞു ഞന്റെ നീ ഇവിടെ വന്നാ മതി. നീ ഇവിടെ എന്നാ മതി, ഞാൻ നടക്കാം. ഞാനെന്തിനാ പറഞ്ഞേ? നീ ഇത് പ്രസവിച്ചു ആൺകുഞ്ഞാ. അമ്മയ്ക്ക് സന്തോഷായില്ലേ? ഓക്കെ. രതീഷേ, താൻ ഞങ്ങളെ നല്ല രീതിയിൽ തീ തീറ്റിച്ചു കേട്ടോ. അളിയ ഞാനിപ്പോ നീ എവിടെ പോന്നു? ഞാൻ ഒരു ആധാർ ഒപ്പിച്ചിട്ട് വരളിയ. എടാ കൊച്ചിനിച്ചിട്ട് റെസ്റ്റ് എടുത്ത് പോട്ട് പോരെ? അതെ, ഒന്നൂടെ നീ ആധാർ എടുക്കുന്നതൊക്കെ കൊള്ളാം. നിനക്ക് വന്നൊരു OTP അകത്ത് കിടപ്പുണ്ട്. അതൊന്ന് വെരിഫൈ ചെയ്തിട്ട് പോയാൽ മതി.